അമേരിക്കൻ കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു വരുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ നിന്നും 3000 മൈലുകൾക്കപ്പുറത്ത് ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനമാണ് ഹവായ്. ഹവായ് ദ്വീപിലെ ചരിത്രപരമായതും വിനോദപരമായതുമായ കാഴ്ചകൾ കാണാൻ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അലോഹ. യാത്ര എന്നത് ആർക്കും ഉന്മേഷം പകരുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ഇത്തവണത്തെ ആദ്യ യാത്ര കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് സമൂഹത്തിലേക്കാണ്. ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ദ്വീപ് സന്ദർശിക്കുക എന്നത്. അതും ഒടുക്കം എത്തിച്ചേർന്നത് ലോകപ്രസിദ്ധമായ ഹവായ് ദ്വീപിലേക്ക്. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയായ സാക്രമെന്റോയിൽ നിന്നും വിമാനമാർഗമാണ് ഹവായ് ദ്വീപിലേക്കുള്ള യാത്ര. 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിമാനയാത്രയ്ക്ക് ഒരാൾക്ക് $300 ടിക്കറ്റ് ചാർജ് വരും. രാവിലെ തന്നെ ഞങ്ങൾ സാക്രമെന്റോ വിമാനത്താവളത്തിലെത്തി. പാസ്പോർട്ട് പരിശോധനയും ദേഹപരിശോധനയും കഴിഞ്ഞ് ഒരു ട്രെയിനിൽ കയറി മറ്റൊരു വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. ഹവായിയുടെ തലസ്ഥാനമായ ഹോണോലുലു വിമാനത്താവളത്തിലേക്കുള്ള വിമാനം പുറപ്പെടുന്നത്. 5 മിനിറ്റ് കൊണ്ട് ട്രെയിൻ അവിടെ എത്തിച്ചേർന്നു. അവിടെയും ഒരു പരിശോധന കഴിഞ്ഞ ശേഷം ഹവായ് ദ്വീപിലേക്കുള്ള വിമാനം കയറാനായി വിശ്രമമുറിയിലിരുന്നു. താമസിയാതെ ഞങ്ങളുടെ ഊഴം എത്തിയപ്പോൾ വിമാനത്തിലേക്ക് കയറി. വലിയ പൂക്കളുടെ ചിഹ്നമാണ് ഹവായ് വിമാനത്തിന്. അതുപോലെ മുടിയിൽ വലിയ പൂക്കൾ ചൂടിയവരാണ് ഹവായ് എയർ ഹോസ്റ്റസ്മാർ. വിമാനത്തിലെ ജാലകത്തിലൂടെയുള്ള പുറം കാഴ്ചകൾ അത്ഭുതം നിറഞ്ഞതായിരുന്നു. ഒരു ദ്വീപിലെ കാഴ്ചകൾ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു. വൻ കെട്ടിട സമുച്ചയങ്ങളും വൻ മലകളും എല്ലാം കൂടി അതിശയിക്കുന്ന തരത്തിലുള്ള ഒരു പട്ടണ പ്രദേശമായാണ് ആ ദ്വീപിലെ ആകാശ കാഴ്ചകൾ നമുക്കായി വിരുന്നൊരുക്കിയത്. അത്രയധികം വൻ കെട്ടിടങ്ങളും തൊഴിൽശാലകളും ആകാശത്തു നിന്നും കാണാം. അത്ര മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. താമസിയാതെ ഞങ്ങളുടെ വിമാനം ഹോണോലുലു വിമാനത്താവളത്തിൽ ഇറങ്ങി. പരിശോധനയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ പുതിയൊരു ഭാഷ പഠിക്കാൻ സാധിച്ചു. ഹവായ് ഭാഷയിൽ അലോഹ എന്ന ബോർഡാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അലോഹ എന്നാൽ സ്വാഗതം എന്നാണെന്ന് മനസ്സിലാക്കി. ഇനി എല്ലാ സ്ഥലത്തും അലോഹ, എല്ലാവർക്കും അലോഹ എന്ന് പറയാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങി ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത റെന്റ് കാറിൽ കയറി യാത്ര തിരിച്ചു.
വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് പ്രകൃതിയുടെ മനോഹാരിതയാണ് വരവേറ്റത്. ഒരു കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപിൽ വൻ മലകളും വമ്പൻ കെട്ടിടങ്ങളും എനിക്ക് അതിശയം ജനിപ്പിക്കുന്ന കാഴ്ചകളായി. പ്രകൃതി ഭംഗിയാണെങ്കിൽ കേരളത്തിനോട് സാമ്യം തോന്നിക്കുന്ന അപാര ഭംഗി. ആകെ കൂടി നമുക്ക് പ്രത്യേക മാനസിക ഉല്ലാസം പകർന്നു. ഇരുഭാഗത്തും പച്ചപ്പ് കലർന്ന പ്രകൃതി ഭംഗിയുടെ നടുവിലൂടെ ഞങ്ങളുടെ കാർ മുന്നോട്ട് നീങ്ങി, നേരെ ഹിൽട്ടൺ ഹോട്ടലിലേക്ക്. ഭംഗിയേറിയതും വിശദവുമായ ഹവായിയൻ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം.